സൗമ്യ കൊലക്കേസ് കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ നേരത്തെ പദ്ധതി ഇട്ടിരുന്നതായും കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ വെളിപ്പെടുത്തൽ. ഏറ്റവും സുരക്ഷിതമായ 10ാം ബ്ലോക്കിൽ നിന്നു തന്നെ ജയിൽ ചാടുമെന്നാണ് പലതവണ ഭീഷണി സ്വരത്തിൽ പറഞ്ഞിരുന്നത്. ജയിൽ ചാടി വന്നാൽ തന്റെ കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്നും ഗോവിന്ദച്ചാമി ഭീഷണിപ്പെടുത്തിയതായും അബ്ദുൾ സത്താർ മാധ്യമങ്ങളോട് പറയുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജയിലിനകത്തെ ജയിലിലാണ് ഗോവിന്ദച്ചാമി താമസിച്ചിരുന്നത്. അവിടെ നിന്നും ഗോവിന്ദച്ചാമി ജയിൽ ചാടില്ലെന്ന പ്രതീക്ഷയായിരുന്നു ഏവർക്കും. നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലാണ് അബ്ദുൾ സത്താർ ജോലി ചെയ്യുന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയപ്പോൾ അവൻ സത്താറിന്റെ വീട് വരെ എത്താനുള്ള സമയം പോലും സത്താർ പേടികൊണ്ട് കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ സത്താർ അന്ന് ലീവ് എടുത്ത് വീട്ടിലേക്ക് പോയതും. ജയിൽ നിയമം അനുസരിക്കുന്ന കാര്യങ്ങളിലൊന്നും തന്നെ താല്പര്യമുള്ള ആളായിരുന്നില്ല ഗോവിന്ദച്ചാമി. ഒരു സൈക്കോ തന്നെയാണ്. പലപ്പോഴും നിർബന്ധിതമായി ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഗോവിന്ദച്ചാമി സത്താറിനോട് ഭീഷണി സ്വരത്തിൽ എപ്പോഴും പറഞ്ഞിരുന്നത്, ഞാൻ ജയിൽ ചാടും, ചാടി തന്റെ അടുത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ തന്നെ കെട്ടിയിട്ട് വീട്ടിലെ എല്ലാവരെയും ബലാത്കാരം ചെയ്യും, കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടില്ല എന്നായിരുന്നുവെന്നാണ് അബ്ദുൾ സത്താർ വെളിപ്പെടുത്തുന്നത്. കോയമ്പത്തൂരിലെ 1-2 ശ്മശാനത്തിൽ സ്വർണം ഉൾപ്പെടെയുള്ള മോഷണ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഗോവിന്ദച്ചാമി. അത് കൈകാര്യം ചെയ്യാൻ ഗോവിന്ദച്ചാമിക്ക് വിങ്ങുമുണ്ട്. അവരാണ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. തടവുകാരിൽ നിന്നാണ് ഇത്തരം കഥകൾ അറിഞ്ഞതെന്നും അബ്ദുൾ സത്താർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ക ക്രിമിനലാണ് ഗോവിന്ദച്ചാമി. ഗോവിന്ദച്ചാമിയെ വധശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിലും പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. എന്ത് ചെയ്താലും ഇവിടുത്തെ നിയമം അയാളെ സംരക്ഷിക്കും എന്നുള്ള ഉത്തമ ബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോഴും ക്രിമിനലുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജയിലുകളിൽ തടവുകാർക്ക് ആനുപാതികമായുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ജയിലിലില്ലെന്നും നമ്മുടെ സർക്കാർ ഒന്ന് ഓർത്താൽ നന്ന്.